ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നും മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ബാക്കി ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ ശിവാനിയെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ശിവാനി അതിൽ രക്ഷപ്പെടാനുള്ള വഴി ആലോചിച്ച് ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ശിവാനി ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നത് എന്താ പെട്ടെന്നൊരു അമ്പലത്തിൽ പോകാനൊരു പ്ലാൻ ചെയ്യൽ. ഇനിയിപ്പോൾ എന്നെ എങ്ങാനും സംശയം തോന്നിയിട്ടുണ്ടാവുമോ, ഞാൻ പൂജാമുറിയിൽ കയറാതിരിക്കേണ്ടതൊക്കെ അവൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ, ഈശ്വര എന്നാൽ പെട്ടു, എങ്ങനെ ഇപ്പോൾ ഇതിന്ന് രക്ഷപ്പെടാം എന്നും വിചാരിച്ചിട്ട് ഇങ്ങനെ നടന്നാലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ശിവാനി വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ആവട്ടെ, അമ്പലത്തിലേക്ക് രണ്ടും കൽപ്പിച്ച് അങ്ങനെ അമ്പലത്തേക്ക് പോകും തന്നെ, എന്നിട്ട് പിന്നെ അതിനെന്തെങ്കിലും പരിഹാര പൂജ ചെയ്യാം എന്നും പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് രക്ഷപ്പെട്ടു എന്നും വിചാരിച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നീതി നിർമ്മലാമ്മ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ട് കണ്ടോ, അവൾ ഇന്നലെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ തൊട്ടേ അവളുടെ മുഖമാറ്റമൊക്കെ ശ്രദ്ധിച്ചില്ലേ, ഭയങ്കര ടെൻഷനിലാണ് അവളെ അങ്ങനെ വിട്ട ശരിയാവില്ല. അവൾ ചിലപ്പോഴേ ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അമ്പലത്തിൽ പോയി എന്ന് വരും. നമുക്കൊരു കാര്യം ചെയ്യാണ്ടി, നമുക്കൊരു നാടകം കളിക്കാമെന്നും പറഞ്ഞിട്ട് നിധി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശിവാനി മുകളിൽ കയറിയിട്ട് നിൽക്കുന്നുണ്ട്, അവിടെ നിന്ന് പോയിട്ടില്ല, കൊണ്ട് അവിടെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരറിയാത്ത പോലെ നമ്മുടെ നിർമ്മല ആൻറ്റി പറയുന്നുണ്ട്, നിധി നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അശുദ്ധമൊന്നുമില്ലല്ലോ നീ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല, എന്താ ആൻറ്റി അങ്ങനെ ചോദിച്ചേ? അല്ല, നിങ്ങളിപ്പോൾ ഈ പോകാൻ പോണ അമ്പലം ഉണ്ടല്ലോ, അവിടുത്തെ ദൈവത്തിന് ഭയങ്കര ശക്തിയാണ്. ഇത് നമ്മുടെ മനുഷ്യനോട് കളിക്കണ പോലും ദൈവത്തിനോട് കളിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അശുദ്ധമായിട്ട് എങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞുണ്ടല്ലോ, ശരിക്കും അതിനുള്ള പണി കിട്ടും. എൻ്റെ അനുഭവത്തിലുള്ളതാ. ഞങ്ങളുടെ അടുത്തുള്ള എൻ്റെ അറിവിലുള്ളൊരു സ്ത്രീ നല്ല പണക്കാരിയായിരുന്നു. അവിടുത്തെ ഒരു മരുമകൾ എനിക്ക് ഇതുവരെ കുട്ടികളുണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ എപ്പോഴും കുറ്റം പറയണ കാരണം മരുമകൾ എന്ത് പറഞ്ഞു, ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ആ സന്തോഷത്തിൽ എന്ത് ചെയ്തു, അമ്മയും മരുമകളെയും കൊണ്ട് പിറ്റേ ദിവസം തന്നെ ഈ അമ്പലത്തിലേക്ക് പോയി. പക്ഷേ മരുമകൾക്ക് ശുദ്ധി ഉണ്ടായിരുന്നില്ല. മകളത് മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും മരുമകളുടെ കണ്ണിൻ്റെ കാഴ്ച പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര ശക്തിയാണ്, മനുഷ്യന്മാരെ പറ്റിക്കുന്ന പോലെ പറ്റിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഞാൻ പോവാൻ ആൻറ്റി, ഞാൻ ശുദ്ധിയാണ് എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ട് കൊണ്ടിട്ട്. അപ്പോൾ നമ്മുടെ ശിവാനി അയ്യോ ഇപ്പം തന്നെ ഞാൻ അമ്പലത്തിൽ പോകേണ്ട കാര്യം വിചാരിച്ചേ ഉള്ളൂ, അപ്പോഴേക്ക് ഈ വേലക്കാരി ഇങ്ങനെ പറഞ്ഞല്ലോ, ഈശ്വര എൻ്റെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ, അയ്യോ കണ്ണ് നീറുണ്ടല്ലോ, ഇങ്ങനെ വിചാരിച്ചപ്പോഴേക്കും ഇങ്ങനെ ലക്ഷ്യങ്ങൾ കണ്ടു തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവാനി വീണ്ടും റൂമിൽ കയറിപ്പോയിട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും നിന്ന് ചിരിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് ശിവാനി എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ CKC വിളിച്ചിട്ട് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ CKCയുടെ അടുത്ത് CKC ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ CKC അയ്യോ മെല്ലെ വയറ്റിൽ കുഞ്ഞുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് CKC അതല്ല ഞാൻ അങ്കിള് വെയിറ്റ് ചെയ്തിരിക്കില്ലേ, അതുകൊണ്ടാണ് ഓടി വന്നേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നാളെ എല്ലാവരും കൂടി അമ്പലത്തേക്ക് പോലെ പ്ലാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ എനിക്ക് പോകണ്ട. അതെന്താ, നിൻ്റെ കുഞ്ഞിനും കൂടി വേണ്ടിയിട്ടല്ലേ പൂജ ചെയ്യണത്, നല്ലതല്ലേ, കുഞ്ഞു സുഖമായിട്ട് ജനിക്കാൻ വേണ്ടിയിട്ടല്ലേ, എന്തായാലും പോകണതല്ലേ നല്ലത്. അല്ല അങ്കിൾ, ഞാൻ അങ്കിളിൻ്റെ ആളല്ലേ, എനിക്ക് അവരുടെ കൂടെ പോകാനും അമ്പലത്തിൽ പോകാനും ഒന്നും എനിക്കിഷ്ടമല്ല. നിങ്ങൾ ഇതിന്ന് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിച്ചേ പറ്റുള്ളൂ. നാളെ പ്രണവ് അവിടെ എത്താൻ പാടില്ല, അത്രേ വേണ്ടൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത്രയല്ലേ വേണ്ടൂ, അത് ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് ശിവാനിനെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശിവാനി വീട്ടിലെത്തി സമാധാനമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും പ്രണവ് കുളിച്ച് ഒരുങ്ങി നല്ല സുന്ദരക്കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കല്യാണത്തിന് വന്നിട്ട് രസം കണ്ടോ, പിന്നെ എപ്പോഴാണ് ഇടുന്നത്, ഇന്ന് എന്തായാലും ഫുൾ ഡേ നമ്മൾ ഒരുമിച്ചായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ശിവാനി ആകെ ടെൻഷനിലാണ്, ഇനിയിപ്പോൾ എന്ത് വഴിയാണാവോ നമ്മുടെ CKC കണ്ടുപിടിച്ചിരിക്കണേന്ന് അറിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ബാങ്ക് മാനേജറുടെ ഫോൺ വന്നു കേട്ടോ. പ്രണവിൻ്റെ ഫോണിലേക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പ്രണവ് എടുക്കാൻ കൂട്ടാക്കണില്ല. ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞപ്പോൾ ചാടി എടുക്കുന്നുണ്ട്. അയ്യോ ബാങ്ക് മാനേജറോ എന്നും പറഞ്ഞിട്ട് വേഗം ചാടി എടുക്കുന്നുണ്ട്. അപ്പോൾ മാനേജർ പറയുന്നുണ്ട്, നിങ്ങൾ കോഫി ഷോപ്പിൻ്റെ ഇതിനായിട്ട് ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഇന്നൊന്ന് വരാൻ പറ്റുമോ? അയ്യോ ഇന്ന് തന്നെ വരണോ, ഇന്ന് ഞാൻ വേറൊരു കാര്യത്തിന് പോയിരുന്നു, നാളെ വന്നാൽ മതിയോ ചോദിക്കേണ്ട കേട്ടോ. വരണോ? ഇന്നാണെങ്കിലേ സോണൽ മാനേജർ വരുന്നുണ്ട്, അപ്പോൾ ഇന്ന് വരികയാണെങ്കിൽ ഒപ്പിട്ട് കിട്ടും, വേഗം സാങ്ഷനായി കിട്ടും, ഇല്ലെങ്കിൽ പിന്നെ 2-3 മാസമൊക്കെ പിടിക്കും എന്ന് പറയുന്നുണ്ട്. അയ്യോ എന്നാൽ ശരി ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് പ്രണവ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രണവ് പറയുന്നുണ്ട്, ഞാൻ ബൈക്കിലാണ് പോണേന്ന് പറയുന്നുണ്ട്, അന്ന് ഞാനും വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അമ്പലത്തേക്ക് പോകാൻ വേണ്ടി അമ്മ എത്ര ആശ്ചര്യമെന്നറിയോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ നീ നമ്മുടെ കൂടെ അങ്ങോട്ട് പോക്കോ, ഞാൻ വരാം, എന്നിട്ട് ഒപ്പിട്ടതിന് ശേഷം അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അയ്യോ അപ്പോൾ ശിവനോ വേണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ മനസ്സിലിങ്ങനെ. അത് കഴിഞ്ഞിട്ട് എന്നാൽ ഞാനും കാര്യം ചെയ്യാം, പ്രണവിൻ്റെ കൂടെ തന്നെ വരാം, എനിക്ക് അവരുടെ കൂടെ ഒന്നും പോകണ്ട എന്നും പറഞ്ഞിട്ട് പ്രണവിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ അമ്മയൊക്കെ എല്ലാവരും നീ എന്ത് ഈ വേഷത്തിൽ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ബാങ്കിൽ നിന്ന് ഫോൺ വന്നു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഒപ്പിട്ടിട്ട്. അപ്പോൾ ഞാൻ ഒപ്പിട്ടിട്ട് വരാം, ഒരു സ്ഥലം പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വന്നോളാം, നിങ്ങളവിടെ വെയിറ്റ് ചെയ്താൽ മതിയെന്ന്. ശിവാനി ചാടി പോകുമ്പോൾ പറയുന്നുണ്ട്, നീ എവിടേക്കാണ് പോകണേ, നീ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി, എവിടേക്ക് ബൈക്കുമ്പോൾ പോകണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വസുന്ധര ആൻറ്റി പറയുന്നുണ്ട്, നീ എന്തിനാ അവൾ തടയണേ, അവൾ പോക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അയ്യോ ആൻറ്റി അവളിപ്പോൾ പ്രഗ്നൻ്റ് അല്ലേ, ഈ സമയത്ത് ഇനിയിപ്പോൾ ബൈക്കുമ്പോൾ എങ്ങനെ കുത്തിക്കുലുങ്ങി പോയിട്ട് വല്ലതും സംഭവിച്ചാലോ, അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് വേണ്ട, നമ്മൾ കൂടെ മെല്ലെ പോന്നാൽ മതി, കാറിൽ പോന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ശിവാനി വീണ്ടും പെട്ടു. അങ്ങനെ ശിവാനി മനസ്സിലോടെ അവിടെ നിന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് CKC ഉണ്ട് അവിടെ, മാനേജറിൻ്റെയോട് പറയുന്നുണ്ട്, അവൻ വന്നു കഴിഞ്ഞാൽ എളുപ്പമൊന്നും വിടരുത്, കുറേ നേരം ഇവിടെ പിടിച്ചിരുത്തണം, എന്ത് തന്നെ പറഞ്ഞാലും വിടരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ നോക്കിയിട്ട് അടുത്ത റൂമിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് CKC പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രണവ് വേഗം എത്തിയിട്ടുണ്ട്. വേഗം എത്തിയിട്ട് മാനേജറോട് പറയട്ടെ, വേഗം ഫയൽ തന്നെ ഒപ്പിടായിരുന്നു, എനിക്ക് പോയിട്ട് അർജൻറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇരിക്കൂ, ഫയൽ ഇത് ഒപ്പിടാളത് പ്രിൻ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, എടുക്കാൻ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ വരും, ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ. കുറേ കഴിഞ്ഞിട്ടും വരുന്നാണെങ്കിൽ കാണാമല്ലോ എന്ന് വെച്ചപ്പോൾ പ്രണവ് പറയേണ്ടത്, ഞാൻ ബാങ്കിൽ പോയിട്ട് വന്നാൽ മതിയോ ചോദിച്ചു. അയ്യോ പ്രിൻ്റർ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അയ്യോ പ്രിൻ്റർ കംപ്ലൈൻറ്റാണ്, നിങ്ങൾ ഇരിക്കുന്നു പറഞ്ഞിട്ട് മാനേജർ എനിച്ചിട്ട് CKC അടുത്ത് വരുന്നേ, അവൻ പോകാൻ തിരക്കൂട്ടണു, എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ പറയുന്നത്, ഒപ്പിടാളതൊക്കെ ഒപ്പിടിച്ച് വെക്കേ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത് CKC. അത് കഴിഞ്ഞ് ഒപ്പിടാൻ കുറേ കൊടുന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രണവ് വേഗം ഇങ്ങനെ ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ CKC എന്ത് ചെയ്തു, പ്രണവ് ഒപ്പിട്ട് വരുമ്പോഴേക്കും പ്രണവിൻ്റെ ബൈക്ക് ഒരാളോട് പറഞ്ഞിട്ട് പഞ്ചറാക്കിയിട്ടു. പ്രണവ് ഓടി വന്ന് ഒപ്പിടലൊക്കെ കഴിഞ്ഞ് ഓടി വന്നിട്ട് ബൈക്കുമ്പോൾ കയറി ഇരുന്നതും നോക്കിയപ്പോൾ പഞ്ചർ. എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധി വിളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന്, നീ എവിടെയാ, എന്താ വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, എന്ത് ചെയ്യാനാ, ഒപ്പിട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും ബൈക്ക് പഞ്ചറായി, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക, നീ ഒരു കാര്യം ചെയ്യുക, ബൈക്ക് അവിടെ വെച്ചിട്ട് വേഗം ഒരു ഓട്ടോ വിളിച്ചു വാ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ശിവാനിയും നമ്മുടെ CKC ആണ് ഇവിടെ ഫോണിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കേട്ടോ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ ശിവാനി സമാധാനിച്ചിരിക്കണം, അതിൻ്റെക്ക് ഫോൺ നോക്കി ചിരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നീ എന്തിനപ്പോൾ ചിരിക്കണേ, അല്ല അമ്പലത്തിൽ പോവല്ലേ, സന്തോഷത്തിൽ ചിരിച്ചതാ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് നിധിയോട് പറയണേ, അതേ നിധി ഒരു പുളിയുടെ മാങ്ങ കിട്ടുമോ, വായൊക്കെ കച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ നിധി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വേണ്ട എന്നും പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗൗതമിനോട് പറയണ്ട, അതേ വണ്ടി മെല്ലെ ഓടിക്കണേ, ഞാൻ ഗർഭിണിയാണേ, നമ്മുടെ മംഗലത്തെ അവകാശം എൻ്റെ വയറ്റിലാണുള്ളതെന്നൊക്കെ പറയുന്നത്. ഗൗതം ഇങ്ങനെ ഇറിറ്റേറ്ററായ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വളരെ മെല്ലെ തന്നെയല്ലേ ഓടിക്കണേ, അല്ല അന്ന് വണ്ടി കൊണ്ട് മരത്തിലൊക്കെ ഇടിച്ചില്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രണവ് എന്ത് ചെയ്തു, വേഗം വന്നിട്ട് ഓട്ടോയിൽ കയറാൻ നോക്കുന്നുണ്ട്. അപ്പോൾ CKC ഒരുത്തനെ പറഞ്ഞു വിട്ടിട്ട് പ്രണവ് ഓട്ടോയിൽ കയറാൻ നിന്നതും പ്രണവിൻ്റെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി. പ്രണവ് പിന്നാലെ ഓടുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ വട്ടം തിരിക്കാമല്ലോ. അങ്ങനെ കുറേ ഓടുമ്പോൾ അയാളോട് വിളിച്ചിട്ട് CKC പറയുന്നുണ്ട്, നീ ഒരിക്കലും അവൻ്റെ കൺമുന്നിൽ നിന്ന് മാറി ഓടരുത്, അവന് കാണാവുന്നൊരു ദൂരത്തിൽ തന്നെ ഓടാവൂ, അല്ലെങ്കിൽ അവൻ വിചാരിക്കും ചിലപ്പോൾ ഒരു ഫോണല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇട്ടിട്ട് അവൻ എന്ത് ചെയ്യും, തിരിച്ച് അമ്പലത്തിൽ പോയി എന്ന് വരാം, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ, അങ്ങനെ മാത്രമേ ഓടാവൂ എന്ന് പറഞ്ഞിട്ട് അയാളാന്നും പറഞ്ഞിട്ട് പ്രണവിൻ്റെ കൺമുമ്പ് കൂടെ നേരെ തന്നെ ഓടുന്നുണ്ട്. കുറേ ദൂരം പ്രണവ് ഓടുന്നുണ്ട്. അപ്പോഴേക്കും ഇവരിവിടെ ഗംഭീര വിളിയാട്ടോ, ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണേ. പക്ഷെ ഫോണില്ലല്ലോ, ഫോൺ എടുക്കണില്ല. അവസാനം ഇവരെല്ലാം കൂടി തീരുമാനത്തിലെത്തി, എന്തായാലും പ്രണവ് അങ്ങോട്ട് വരട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, ശിവാനിയും കൊണ്ടിട്ട് അമ്പലത്തിൽ വന്നു. പക്ഷേ വേണ്ട, നിങ്ങളുടെ പൂജയുടെ നേരം നിങ്ങൾ മുടക്കണ്ട, നിങ്ങൾ പോയിക്കോ, ഞാൻ പ്രണവിനെയും കൂട്ടി വന്നോളാം, ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല കേട്ടോ. ഇത് പിടിച്ചാലെ കൊണ്ടുപോകുന്നുണ്ട്. അവസാനം രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ ശിവാനി എന്ത് ചെയ്തു, ഈ വലിച്ചു കൊണ്ട് പോണ പോക്കിൽ ഒരു പോസ്റ്റിൻ്റെ മുകളിൽ ആണിയുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ മനഃപൂർവ്വം കൈ തട്ടിച്ചപ്പോൾ കൈ പൊട്ടി ചോര വന്നു. അപ്പോൾ തുടങ്ങി കരച്ചില്ലേ, നിധി ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയിട്ടല്ലേ, നീ കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് കരയാൻ തുടങ്ങി. അയ്യോ വേദനിച്ചിട്ട് വയ്യേ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും കൂടി അവിടെ നിന്ന് പൊക്കി എണിപ്പിച്ചു. എന്നിട്ട് പറയേണ്ടത്, എന്നെ ഇപ്പോൾ പ്രണവുണ്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാനേ, ഈ ഒരു ഇതിനാണോ, ഇത് ആണി പൊട്ടിയെടുത്ത് ചില്ലറ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് എങ്ങാനും ഉണ്ടോ നിധി എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല, വണ്ടിയിലൊന്നും വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ വസു പറഞ്ഞു, ലക്ഷണങ്ങളൊന്നും ശരിയല്ല, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ പോയി പൂജയുടെ സമയം മുടക്കണ്ട, ഞാൻ ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി അമ്മയൊക്കെ പറയണേ, ഇതിപ്പോൾ ഇത്തിരിയുള്ളൂ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വേണേ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശിവാനി വീണ്ടും കരച്ചു തുടങ്ങി, എനിക്ക് വയ്യേ എന്ന് പറഞ്ഞിട്ട്. വേണ്ട, എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം, ഇവളെയും കൊണ്ടിട്ട് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വാ എന്നും പറഞ്ഞിട്ട് വസു ശിവാനിയും കൂടി ഓട്ടോറിക്ഷയിൽ കയറി പോകണ്ട. അപ്പം ശിവാനിയും നിധീനെ അങ്ങനെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ, ഒരു വിജയിച്ച ഭാവത്തിലുള്ള ചിരി. അത് കഴിഞ്ഞിട്ട് അവരങ്ങനെ വീട്ടിൽ പോയി. ഇവർ പൂജയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നിൽക്കുന്ന സമയത്തേക്ക് നമ്മുടെ പ്രണവ് വന്നു കേട്ടോ. പ്രണവ് വന്നപ്പോഴേക്ക് ശിവാനി വീണ്ടും ഓടിയിട്ട് പറയുന്നു, കണ്ടോ പ്രണവ് എന്നോട് ചെയ്തത് കണ്ടോ, ചെയ്ത പണിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രണവ് ചൂടാവുന്നുണ്ട് കേട്ടോ. അവർ ഞാനൊന്നും ചെയ്തെന്നല്ല, അവളുടെ കൈ തന്നെ തട്ടിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ, ഞങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഒന്നും പറയണ്ട, ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും കള്ളൻ ഫോൺ കൊണ്ടുപോയി കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അയ്യോ ആണോ, അപ്പം നമ്മുടെ ശിവാനി എന്നിട്ട് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഫോണൊക്കെ കിട്ടി.
അപ്പം നിധി പറയുന്നുണ്ട് എന്തൊക്കെയോ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത പോലെ തോന്നുന്നു. രാവിലെ ബാങ്ക് മാനേജർ വിളിക്കുന്നു, ഇന്ന് തന്നെ ഒപ്പിടാൻ ചെല്ലാൻ പറയുന്നു. അത് കഴിയുമ്പോഴേക്കും ബൈക്ക് പഞ്ചറാവുന്നു. പിന്നെ അതേ ഫോൺ കള്ളം തട്ടി പറിച്ചു കൊണ്ടുപോകണു. എന്തൊക്കെയോ എന്തോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് ശിവാനി വീണ്ടും കരച്ചിട്ട് വേണം, അയ്യോ വേനിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോയി റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പ്രണവ് ശിവാനിയും കൊണ്ടിട്ട് അങ്ങനെ റൂമിലേക്ക് പോകുന്നുണ്ട്. ശിവാനിയാണെങ്കിൽ തുള്ളി കളിച്ച് വരുന്നിട്ട് വീഡിയോസ് കോണി ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇത് നമ്മുടെ നിധിയും ശ്രദ്ധിക്കുന്നുണ്ട്, നിർമ്മലമ്മയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിധി കണ്ടപ്പോൾ ശിവാനി പിന്നെ മെല്ലെ ഇറങ്ങി വരുന്നുള്ളൂ. അപ്പോൾ നിർമ്മല ആൻറ്റിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിധി കണ്ടോ അവൾ കോണി ഇറങ്ങി വന്ന വരവ് കണ്ടോ, ഒരു ഗർഭിണി ഇറങ്ങി വന്ന വരവ് പോലെ തോന്നിയോ? ഇല്ലില്ല, ഞാനും അതന്നെ ശ്രദ്ധിച്ചേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവളെന്തോ കള്ളത്തരം നമ്മൾ നന്നായി ഒളിക്കുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ആൻറ്റി ഒരു കാര്യം ചെയ്യാം, ഇതുവരെ ഇവളുടെ മെഡിക്കൽ റിപ്പോർട്ട് നമ്മളെ കാണിച്ചിട്ടില്ലല്ലോ, ആ റിപ്പോർട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കണം എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയായിരിക്കും, ഇവർ മുറിയിൽ നിന്ന് പുറത്തുള്ള സമയത്ത് ആൻറ്റി നോക്കിയാൽ മതി, ഞാൻ പോയിട്ടത് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നിധി പോയിട്ടുണ്ട് കേട്ടോ. ഇനിയും നിധി ആ സത്യം എത്രയും പെട്ടെന്ന് കണ്ടെത്തും. അപ്പോൾ ആ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.